ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകളും കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മളുടെയൊക്കെ വീടുകളിലുള്ള ഫിഷ് നമുക്ക് വളരെ എളുപ്പത്തിൽ ദീർഘകാലം എങ്ങനെ കേടുകൂടാതിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നല്ല സിമ്പിളായിട്ടുള്ള കുറച്ച് മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മളുടെയൊക്കെ വീടുകളിൽ നമുക്ക് പച്ചമീൻ നമ്മളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ചേറെ കിട്ടുവാണെങ്കിൽ എങ്ങനെ ദീർഘകാലം കേടുകൂടാതെ വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഞങ്ങളിവിടെ നമ്മളുടെ കടപ്പുറത്ത് പോയി വാങ്ങിക്കുന്ന ഫിഷാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചേറെ വാങ്ങിക്കും. കിട്ടുന്ന സമയത്ത് കുറച്ചേറെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നല്ല എളുപ്പത്തിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാം. അപ്പം മീൻ വെട്ടുന്നതും അത് ക്ലീനാക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഒരു 3 ആഴ്ച 4 ആഴ്ചയൊക്കെ വരെ നല്ല രീതിയിലിരിക്കും. 1 മാസമാണെങ്കിൽ പോലും നമ്മളുടെ ഫ്രീസറിലത് ഭദ്രമായിട്ടിരുന്നോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കി അതിൻ്റെ ഉളുമ്പുമണമൊക്കെ നല്ല രീതിയിൽ കളഞ്ഞ ഫിഷാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് നമ്മൾ ആ ഒരു എത്രമാത്രം മീനുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. കുറേ നാളിരിക്കും കേട്ടോ. ഞാനിവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുമ്പം എന്ത് ചെയ്താലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. വെട്ടിയതിന് ശേഷം ഏത് ഫിഷ് ആയിക്കൊണ്ട് പോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ ഇറച്ചിയുണ്ടല്ലോ, ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും എല്ലാം ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ എടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഏറെയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചേറെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിട്ട് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കറിയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കറി വയ്ക്കാം. വറക്കുവാണെങ്കിലും നമുക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ രണ്ടിനും ഇതെടുക്കാം കേട്ടോ. കറിക്ക് വേണമെങ്കിൽ പ്രത്യേകം ഒരു കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് വറക്കാനായിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി കുറച്ച് ചേരുവകൾ കൂടി ചേർത്താണല്ലോ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങൾക്കും ഇങ്ങനെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ സാധിക്കും. വറക്കാനായിട്ടും പറ്റും, കറി വെക്കാനായിട്ടും പറ്റും. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ മീൻ ഇവിടെ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കവറുകളിലാക്കിയും വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നമ്മളുടെ ഇതുപോലത്തെ അടപ്പുള്ള ഒരു പാത്രങ്ങളിലാണ് സൂക്ഷിക്കാറുള്ളത്. കാരണം അത് നന്നായിട്ട് മൂടി ടൈറ്റായിട്ടിരിക്കുന്ന ഒരു പാത്രത്തിലിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഫിഷൊക്കെ നിങ്ങൾ പുറത്തിങ്ങനെ തുറന്ന് വയ്ക്കുന്നതിനേക്കാളും നല്ലത്, ഫ്രീസറിൽ തുറന്ന് വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു അടപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കുമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഫ്രഷായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പം നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഞാനിതൊരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 തട്ടായിട്ട് വെക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഫിഷല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ വലിയ പാത്രങ്ങളിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോളൂ. നല്ല ഈസിയാണ്. നമുക്ക് ആ ഒരു തണുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ വേർപെടുത്തി എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ മീൻ സൂക്ഷിക്കാറുള്ളത്. ഞാനിത് 2 പ്രാവശ്യത്തിനുള്ള കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ കുറച്ച് മീനുകൾ ഞാനിങ്ങനെ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളുടെ വീടുകളിലുള്ള ഈ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, ആ ഫോയിൽ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ടും എളുപ്പം കിട്ടും. നിങ്ങളുടെ അടുത്ത് ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ കവറുണ്ടല്ലോ, കവർ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഒരു സെപ്പറേഷൻ കിട്ടും. ഈ ഒരു ഫോയിൽ പേപ്പറോ കവറോ ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ തണുത്ത് കഴിഞ്ഞാലും ഫ്രീസായിട്ടിരിക്കുന്ന സാധനമാണെങ്കിലും നമുക്ക് വേഗം തന്നെ അത് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള മീനുകളും കൂടി പെറുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കേണ്ട സമയത്ത് ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് 2 ദിവസത്തേനുള്ള 2 പ്രാവശ്യം നമുക്ക് കറി വെക്കാനുള്ള ഫിഷ് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി നല്ല ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ. നല്ല രീതിയിൽ ഫിഷ് നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പം നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും, കടകളിലും കിട്ടും ഫോയിൽ പേപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല എളുപ്പമാണ്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ ഈ മോഡൽ പാത്രങ്ങളുണ്ടല്ലോ, നമുക്ക് ഒന്നെങ്കിൽ ബീഫൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ, നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് ലുലുവിലൊക്കെ പോകുമ്പോൾ അറിയാം, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രത്തിന് വളരെയധികം ഉപകാരമുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ കളയാതെ നമുക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അത് ഓവൻ സേഫ് വരെയാണ് കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നല്ല കൂടിയ ഇനം പ്ലാസ്റ്റിക്കാണ്. അപ്പം പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു പാത്രത്തിലാണ് അടുത്ത മീൻ എടുത്ത് വെക്കുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് എടുത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ഉള്ള പാത്രങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ, കളയാതെ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. നമ്മൾ കളയുന്ന സാധനമാണ്. നമ്മൾ ലുലുവിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നമ്മളതൊക്കെ വലിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, ഞാനിവിടെ കറിക്കട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കറി വെക്കാനുള്ള ഫിഷാണ് ഇനി എടുത്ത് വെക്കുന്നത്. അപ്പോൾ കറിക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടിട്ട് വെക്കുകയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മുളകൊക്കെ ഇട്ട് വെക്കുമ്പോൾ മുഴുവനായിട്ടിട്ട് വെക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് വെക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങളാക്കി നുറുക്കി കൊടുക്കുന്നുണ്ട്. ഏത് ഫിഷ് വേണമെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇന്ന മീനൊന്നുമില്ല. ചൂരയാണെങ്കിലും അയലയാണെങ്കിലും നത്തോലിയാണെങ്കിലും ഏത് ഫിഷാണെങ്കിലും നമുക്കിതുപോലെ സൂക്ഷിക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാനുള്ള വലിയ മീനുകളാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യണമല്ലോ, അതുപോലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചൊരു പാത്രത്തിലാക്കി ഇട്ട് കൊടുക്കാം. ഫിഷൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ടിന്നിലാക്കി സൂക്ഷിക്കാം കേട്ടോ. അപ്പം കറി വെക്കാനെടുക്കുന്ന ഫിഷിൽ ഞാൻ ഇതുപോലെ കുറച്ച് നമ്മളുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണവും ഗുണവും ഒക്കെ നല്ല രീതിയിൽ കിട്ടും നമ്മളുടെ കറിക്ക്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല യൂസ്ഫുള്ളാണ്, നല്ല ടേസ്റ്റാണ് ആ കറി വെക്കുമ്പോഴത്തേനും കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ മീൻ കറി വെക്കുമ്പം നമുക്കൊരു ഉലുവ ഇടേണ്ട ആവശ്യമില്ല, പിന്നീട് ഉലുവ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മൾ ആ മീൻ ഇട്ട് വെക്കുന്നതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ നമ്മളുടെ കറിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെയൊക്കെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണല്ലോ മീൻകറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രഷ് ആയിട്ടുള്ള മീൻകറി നമുക്കിതുപോലെ എല്ലാ കാലത്തും കൂട്ടാൻ. അപ്പം ഞാനിവിടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ വളരെയധികം ദീർഘകാലം നമ്മളുടെ ഫിഷ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല ടിപ്സുമായിട്ട് മറ്റൊരു നല്ല വീഡിയോയുമായിട്ടും വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.